നമസ്കാരം. മനോരഥത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ എഴുത്തുകളും അതുപോലെ ഫോൺ കോളും ഒക്കെ ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. അതിൽ നിന്നും ഒരുപാടൊന്നും സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ മാക്സിമം ഞങ്ങളതൊക്കെ സെലക്ട് ചെയ്ത് ഡോക്ടറുമായി കൺസൾട്ട് ചെയ്യാറുണ്ട്. തീർച്ചയായും നിങ്ങൾ വിളിക്കുക. അതോടൊപ്പം തന്നെ ഒരു സംശയവും അല്ലെങ്കിൽ ഒരു പേടിയും വേണ്ട, തീർച്ചയായും കത്തും അയക്കുക. നമുക്ക് തുടങ്ങാം നമ്മുടെ പതിവ് സെഗ്മെന്റിലേക്ക്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം മെന്റൽ ഹെൽത്ത് സെന്ററിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ഡോക്ടർ കെ ഗിരീഷാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോ കുറെ സർവേകളൊക്കെ നടക്കാറുണ്ട്, മാഗസീനിലായാലും നെറ്റിലായാലും നമുക്ക് കാണാം. പലതിനു വേണ്ടിയും പല സർവേകൾ. ഇപ്പൊ ഞാൻ അടുത്തിടെ കണ്ടത്, ഇപ്പോ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി, 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി മയക്കുമരുന്നിന് അടിമയാണ്. ഇതിന് വേണ്ടി ചില ചേട്ടന്മാരുടെ അടുത്ത് പോകുന്നു. ഇതിനകം വെച്ച് തന്നെ 14 വയസ്സിനുള്ളിൽ തന്നെ കുട്ടി 2 പ്രാവശ്യം പ്രഗ്നന്റ് ആയി. ഈ കുട്ടി ഇത് അറിയുന്നില്ല ഈ സംഭവം. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിനു ശേഷം പറയുന്നത് ഇതുപോലെ മയക്കുമരുന്നിന് വേണ്ടി ചേട്ടന്മാരുടെ വീട്ടിൽ പോകാറുണ്ട് എന്ന് മാത്രം കുട്ടിക്ക് അറിയാം. മറ്റൊന്നും എല്ലാം അവ്യക്തമാണ്. അപ്പൊ ഇത്തരം ഒരുപാട് സംഭവങ്ങൾ മയക്കുമരുന്നിന് അടിമയായി കാണുന്നു. അപ്പൊ എങ്ങനെയോ ഈ വീട്ടിലിരിക്കുന്ന വ്യക്തികൾ എങ്ങനെ ഒരു കുട്ടിയെ സ്കൂളിൽ വളരെ വിശ്വാസത്തോടെ അയക്കും? ഇപ്പോൾ ഗ്രീഷ്മ പറഞ്ഞ ഈ സംഭവത്തിന് ആൾമോസ്റ്റ് തതുല്യമായിട്ടുള്ള ഒരു അനുഭവം ഒരു പേഷ്യന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സംഭവം നടന്നത് ഇവിടെയല്ല, മലബാറിലാണെന്ന് തോന്നുന്നു, അല്ലേ? ഞാൻ കണ്ടത് തിരുവനന്തപുരത്ത്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. തിരുവനന്തപുരത്ത് ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച പെൺകുട്ടി. ഈ കുട്ടി വളരെ പാവപ്പെട്ട, കാരണം ഈ കുട്ടിയുടെ അച്ഛൻ ഒരു വർക്ക്ഷോപ്പിലെ മേസ്തിരിയാണ്, അമ്മയുണ്ട്, ഈ കുട്ടിയുടെ സഹോദരൻ അനുജനുണ്ട്. അടുത്ത വളരെ നമ്മുടെ ഹൃദയഭാഗം തിരുവനന്തപുരത്തിന്റെ. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ സ്കൂളിൽ പോകുന്നു. വളരെ മൈൽഡായിരുന്ന ഒരു കുട്ടി കുറച്ച് ദിവസം കഴിയുമ്പം സ്വഭാവം മാറി വരുന്നു. വീട്ടിൽ ഭയങ്കര ദേഷ്യം, പഠിക്കുന്നില്ല, മുടിയുടെ സ്റ്റൈലൊക്കെ മാറ്റുന്നു, തോന്നുമ്പോൾ ഇറങ്ങിപ്പോകും, തോന്നുമ്പോൾ വരുന്നു, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളായി. അപ്പോൾ വീട്ടുകാർ അന്വേഷിച്ച് വരുമ്പോൾ മനസ്സിലാവുന്നത് ഈ സ്കൂളിൻ്റെ തൊട്ടടുത്ത് ഒരു കോളേജുണ്ട്. ഈ കോളേജിൽ പഠിക്കുന്ന ചില കുബേരപുത്രന്മാരുണ്ട്, സാമ്പത്തികമായിട്ട് നല്ല അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇവർ വണ്ടിയിൽ വരുന്നു, ടാറ്റ പറയുന്നു, ബൈ ബൈ പറയുന്നു കുട്ടികളോട്, പെൺകുട്ടികളുടെ. അങ്ങനെ ഈ ടാറ്റ ബൈ ബൈ പറയുന്നതിൽ ഈ പല കുട്ടികളും കൊത്തപ്പെടും. ഇവർ വയ്ക്കുന്ന ഈ പിന്നെ എന്താ പറയാ, ചൂണ്ടയിൽ പിടിക്കുന്ന മത്സ്യങ്ങൾ. അപ്പൊ ഈ കുട്ടി വാ തുറന്ന മത്സ്യമായിരുന്നു, അതുകൊണ്ട് ചൂണ്ട കൊത്തി. അങ്ങനെ പലതും കൊത്തപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് വന്ന കുട്ടിയുടെ കഥ പറയാം. അപ്പോൾ അങ്ങനെ ഈ ചേട്ടനുമായിട്ട് വളരെ പ്രണയമായി വന്ന ചേട്ടനുമായിട്ട്, അങ്ങനെ പ്രണയത്തിന്റെ ഭാഗമായിട്ട് ചേട്ടൻ ഐസ്ക്രീം കഴിക്കാൻ വിളിക്കുന്നു, കുട്ടി പോകുന്നു. ഐസ്ക്രീമിന്റെ തണുപ്പ്, മധുരം, ഇരിക്കുന്നതിന്റെ സുഖം, സാമൂഹികമായിട്ടുള്ള സുരക്ഷിതാവസ്ഥ, ഇതൊക്കെ ആസ്വദിക്കുന്ന ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ ചേട്ടൻ ഐസ്ക്രീം പാർലറിൽ നിന്ന് മാറ്റിയ ശേഷം വീട്ടിലേക്ക് ഐസ്ക്രീം കഴിക്കാൻ വിളിക്കുന്നു. വീട്ടിലേക്ക് പോകുന്നു, ഐസ്ക്രീം കൊടുക്കുന്നു. ഐസ്ക്രീം കഴിച്ചു കഴിയുമ്പോൾ പണ്ട് തണുപ്പ് മാത്രം അനുഭവിച്ച കുട്ടിക്ക് മയക്കവും അനുഭവപ്പെടുന്നു. കുട്ടി മയങ്ങുന്നു. മയങ്ങിക്കഴിഞ്ഞ് എണീക്കുന്ന അവസരത്തിൽ വസ്ത്രങ്ങളൊക്കെ വിവസ്ത്രയാകുന്നു. അങ്ങനെ പല പ്രാവശ്യം പോകുന്നു. പിന്നെ ഗ്രീഷ്മ പറഞ്ഞ പോലെ കുട്ടി പലപ്പോഴും പ്രഗ്നന്റ് ആകുന്നു, അബോർഷൻ നടത്തുന്നു. ഡോക്ടറല്ല, കുട്ടീനെ അറിയുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇയാളങ്ങ് അപ്രത്യക്ഷനായി. ആ സമയത്ത് കുട്ടിക്ക് ഷിബിക്ക് വെരി ഫ്രാൻറ്റിക്, വട്ടുപോലെ. ആ സമയത്താണ് കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ വളരെ സാധാരണക്കാർ, പാവപ്പെട്ട മനുഷ്യർ, കരഞ്ഞുകൊണ്ട് എന്നോട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാനിത് കണ്ടു. ഇതിൻ്റെ പ്രശ്നം കണ്ടുവന്നപ്പോൾ പിന്നെ കുട്ടി പറയുന്നത് ഇങ്ങനെ മയക്കുമരുന്നുകൾ തന്നു തുടങ്ങി. കുറച്ച് ദിവസം കഴിയുമ്പോൾ അറിഞ്ഞുകൊണ്ട് ഇതിനെ കഴിക്കാൻ തുടങ്ങി. കാരണം ഷീ ഡെവലപ്ഡ് എ ഡിപ്പെൻഡൻസി, ആശ്രയത്വം ഉണ്ടായി കഴിഞ്ഞു. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ലൈംഗിക അനുഭവങ്ങളും മയക്കുമരുന്നും ഉപയോഗിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. നമ്മൾ ചികിത്സിക്കുവാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒന്ന് ഇറങ്ങി ഓടേണ്ട കണ്ടീഷനായി. അവസാനം ഇത്തരം പ്രശ്നം അനുഭവിക്കുന്ന വ്യക്തികളെയൊക്കെ തന്നെ നീണ്ടകാല പുനരധിവാസം നൽകുന്ന ഒരു ആത്മീയ കേന്ദ്രത്തിലേക്ക്, തിരുവനന്തപുരത്തല്ല മറ്റൊരു ജില്ലയാണ്, അവിടേക്ക് വിട്ടു. അവിടെ മാസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞ ശേഷം കുട്ടിയെ സമൂഹത്തിൽ തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പോൾ റീഇൻറ്റഗ്രേഷൻ നടത്തി കുടുംബത്തിലെ അംഗമായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടതാണെന്നുള്ള ധാരണ എനിക്കില്ല. ഒരുപക്ഷെ നമ്മുടെ ഈ മാഗസീൻസിലോ അല്ലെങ്കിൽ പൊതു മാധ്യമങ്ങളിലോ ഇത് വരുന്നത് വളരെ വളരെ കുറച്ചാവാം. പക്ഷെ ഒരു ചികിത്സ രംഗത്ത് ഇരിക്കുന്ന എന്നെപ്പോലുള്ള മനുഷ്യർക്ക് ഇത്തരം സംഭവങ്ങളിൽ വളരെ അത്ഭുതം തോന്നാറില്ല. വളരെ കൂടുന്നുണ്ട്. എന്റെ പ്രശ്നം പൊതുവായി ഈ നമ്മുടെ വീട്ടുകാർക്ക് കുട്ടികളുടെ മേലുള്ള നിയന്ത്രണം വളരെ കുറയുന്നു. അത് മനഃപൂർവ്വമല്ല, ഓരോ മനുഷ്യരും ജീവിക്കുവാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്, വളരെ ഓട്ടം. അവരെ ഓടിക്കുന്ന ഒരുപക്ഷെ ത്രെഡുകൾ അവർ പോലും കാണാത്ത ഇൻവിസിബിൾ ത്രെഡുകളാണ്. അങ്ങനെ അതിൽ പാവക്കൂത്ത് പോലെ കൂത്ത് കളിച്ചു പോകുന്ന രക്ഷിതാക്കളാണ് കൂടുതൽ കാണുന്നത്.
കുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ആ കമ്മ്യൂണിക്കേഷന്റെ സാധ്യതകൾ വളരെ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ മൊബൈൽ ഫോൺ പോലത്തെ സാധനങ്ങൾ 2-3 നില നെറ്റും ഒക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. മൊബിലിറ്റി കൂടുന്നു, സ്വന്തമായി വണ്ടികൾ അല്ലെങ്കിൽ വണ്ടികൾ കയറേണ്ട സൗകര്യം. അപ്പൊ ഇതിന്റെയൊക്കെ ഉപയോഗത്തിൽ പിന്നെ വീട്ടുകാരുടെ ശ്രദ്ധയിലുണ്ടാകുന്ന മനഃപൂർവ്വം അല്ലാത്ത പരിമിതി കാരണം ചില പേഴ്സണാലിറ്റി വൈകൃതമുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് പറഞ്ഞാൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വ പ്രശ്നമാണ്. അത്തരത്തിലുള്ള കുട്ടികൾ പൊതുവായി പെട്ടെന്ന് ഇത്തരം വലകളിൽ പെട്ടുപോവുകയും ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പം 2 കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടത്. ഒന്ന്, ഒരു കുട്ടിക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ആണോ? അമിതമായ പിന്നെ ഈ എന്താ പറയാ വേഷവിധാനത്തിലുള്ള ഭ്രമം, പിന്നെ സൗഹൃദത്തിന് വേണ്ടിയുള്ള അമിതമായ ദാഹം, പ്രണയത്തിന് വേണ്ടിയുള്ള അമിതമായ മോഹം, എല്ലാവരുടെയും ശ്രദ്ധ പിടിക്കാൻ വേണ്ടിയുള്ള അമിതമായ ആഗ്രഹം, പെട്ടെന്ന് വൈകാരിക വിസ്ഫോടനം ഉണ്ടാകാം, പൊട്ടിത്തെറി, ചിലപ്പോൾ ഭയങ്കര സന്തോഷം, ചിലപ്പോൾ ഭയങ്കര ദേഷ്യം, താൻ ആരാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാതെ പെരുമാറുന്ന അവസ്ഥകൾ, ചെറിയ മാനസിക രോഗത്തിന്റെ ലക്ഷണങ്ങൾ, ഇതെല്ലാം കൂടെ കലർന്നു കാണുന്ന വ്യക്തിത്വം, എടുത്തുചാട്ടം, ഇമ്പൾസിവിറ്റി, ഇങ്ങനെയുള്ള വ്യക്തിത്വമുള്ള ഒരു കുട്ടിയാണോ എങ്കിൽ ആ രക്ഷിതാക്കൾ പ്രത്യേകം കുട്ടിയെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ കുട്ടി എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, എങ്ങനെ പോകുന്നു എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതല്ലാതെ പോകുന്ന കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്തുള്ള ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞു. കൊല്ലത്ത് വേറൊരു കുട്ടി, ബാംഗ്ലൂരിൽ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ വിട്ട കുട്ടി, അതും ഇതുപോലത്തെ അനുഭവം ഉണ്ടായ സംഭവം ഉണ്ടായി. അവസാനം ആ കുട്ടി വീട്ടിൽ നിന്ന് ഒരുപാട് തുക, അച്ഛൻ ഗൾഫിലായിരുന്നു, നിർബന്ധിച്ച് അച്ഛനെ വിരട്ടി ഭയപ്പെടുത്തി, അമ്മയെ ഭയപ്പെടുത്തി വാങ്ങുക, ഈ പൈസ മുഴുവൻ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുക, ഒന്നിലധികം യുവാക്കൾ അല്ലെങ്കിൽ പുരുഷന്മാർ ഈ കുട്ടിയുമായി ലൈംഗികമായ ബന്ധമുണ്ടാക്കുക. അങ്ങനെ ആ കുട്ടി കംപ്ലീറ്റ് തകർന്ന്, പക്ഷെ ഇപ്പൊ ഒരു പുനർജീവനം പോലെ നീങ്ങുന്നു. ശിക്ഷണത്തിൽ എന്റെ ഒരു ഇടപെടല്, ഒരു നിയോഗമോ നിമിത്തമോ എന്ന് വിശ്വസിക്കുന്നു. അതിനപ്പുറം ഞാൻ പറയാം. എന്തായാലും നൗ ഷി ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ഹെർസെൽഫ്, വളരെ മിടുക്കിയായി ഒരു സാമ്രാജ്യം ഉയർത്തിക്കൊണ്ടുവരുന്നു, വളരെ നല്ല നിലയ്ക്ക്. അതിപ്പോഴും എൻ്റെ ആ കുട്ടിയുടെ മുഖവും ഒക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മ വരുന്നു. അതുപോലെ വേറെ കുട്ടി തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു കുട്ടിയും, ആ കുട്ടി ഇതുപോലെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ വീട് വിട്ട് ഓടുന്ന സ്വഭാവമായിരുന്നു. അവസാനം വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് ഞാൻ കാണുമ്പോൾ ബാംഗ്ലൂരിലേക്ക് പോകുന്ന കുട്ടി അവിടെയുള്ള ഒരു തീവ്രവാദി സംഘടനയുമായിട്ട് അടുത്തു. ആ കുട്ടിയുടെ മതം മാറി മറ്റൊരു മതത്തിൽ ചേർന്ന ശേഷം തീവ്രവാദി സംഘങ്ങൾ നയിക്കുന്ന ഒരു ഗ്രൂപ്പിൽ പെടുകയും അതിന്റെ പ്രവർത്തികളിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന സംഭവം. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഇത്തരം കുട്ടികളുടെ വ്യക്തിത്വം പരിശോധിക്കുമ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, എടുത്തുചാട്ടം, വൈകാരികമായ വിസ്ഫോടനം കൂടുതലുണ്ടാകുക, പിന്നെ വല്ലാത്ത ഭ്രമം, ഇത്തരം കാര്യങ്ങളുള്ള കുട്ടികളെ നിർബന്ധമായും രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലഹരി മരുന്നിന്റെയും ഉപയോഗമോ അല്ലെങ്കിൽ കൗമാര ബാല്യകാലങ്ങളിൽ ഉണ്ടാകുന്ന ലൈംഗിക അനുഭവങ്ങളിലൊക്കെ എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതുപോലെ ഇത് ഞാൻ എന്റെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചൊരു മകൾ ഉണ്ടായി വരികയാണ്. അപ്പം വലിയ പ്രായമായിട്ടില്ല, ഒരു 6 വയസ്സോളം. സുഹൃത്ത് മകളാണോ അമ്മയാണോ? അല്ല, സുഹൃത്ത് ഒരു പുരുഷനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മകൾ വളർന്നു വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പം കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള ഇഷ്യൂസ് നമ്മളിങ്ങനെ ചുറ്റുപാടും കണ്ടുവരികയാണ്, നമ്മളത് തടയിടണം. പറഞ്ഞത്, എന്റെ മകൾ എന്നോട് പറഞ്ഞത്, അച്ഛ ഞാന് പുറത്തു പോവും, ഞാന് 10:30 വരുവുള്ളൂ, ഇങ്ങനെ സിറ്റിയിലൊക്കെ കറങ്ങി നടക്കും, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പൊ കുട്ടികൾ ഇങ്ങനെയാണ് വളർന്നു വരുന്നത്. അപ്പൊ ഇതിനെ 6 വയസ്സായിട്ടുള്ള കുട്ടിയാണ്, ഇതിനെ എന്ത് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കും? അല്ല, എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നമ്മുടെ ഫോർ എക്സാമ്പിൾ, ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. പത്രപാരായണം. പലപ്പോഴും ഒരു പേപ്പർ വായിക്കുന്ന അവസരത്തിൽ നല്ല വാർത്തകൾ നമ്മൾ ഉറക്കെ വായിക്കുകയും കുഴപ്പം പിടിച്ച വാർത്തകൾ ഒന്ന് ചവിട്ടി ഗിയർ മാറ്റുകയും ചെയ്യുന്ന സ്വഭാവമുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പം സമൂഹത്തിൽ ഒരുപാട് നന്മയും പക്ഷെ അതുപോലെ ചതുപ്പുകളും ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യ ബോധം കൊടുത്തു തന്നെ കുട്ടികളെ വളർത്തണമെന്നാണ് എൻ്റെ പക്ഷം. പത്രം വായിക്കുന്നിരിക്കട്ടെ, രാവിലെ അമ്മ വായിക്കുകയാണ്, പത്രം വായിക്കുന്ന അച്ഛൻ അടുത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അച്ഛൻ പത്രം വായിക്കുന്നു, അമ്മയ്ക്ക് അച്ഛൻ ചായ കൊടുക്കുന്നു, അല്ലെങ്കിൽ മകളുണ്ട്. ഈ വാർത്തകൾ വായിച്ചു പോകുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ പൊതുവായി ചർച്ച ചെയ്യട്ടെ. ഇപ്പൊ മകൾ ചോദിക്കുക, എന്താ അച്ഛാ അതെങ്ങനെ, അത് ഇങ്ങനെയാണ് മകളെ കേരളം ഉണ്ടായത്. ഈ നിലയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി വരുന്ന അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും കുട്ടിക്കൊരു ബോധം ഉണ്ടാവും. ഈ കള്ളക്കഥകൾ അച്ഛനമ്മയെ ഭയപ്പെടുത്തുവാൻ പറയുന്നതല്ല, അല്ലെങ്കിൽ പരസ്യങ്ങളിലുള്ള കൂടെ കാണിക്കുന്ന സാമൂഹിക യാഥാർത്ഥ്യമല്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. മറിച്ച് ദിവസവും ഇങ്ങനെയുള്ള ഒരുപാട് ചതിക്കുഴികൾ നമ്മുടെ ചുറ്റുമുണ്ട്. അത് കണ്ടിട്ട് അതിൽ വീഴാതെ നടന്ന് മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാവണം നമ്മുടെ ജീവിത ദൗത്യവും ദർശനവും എന്നൊരു ധാരണ വളരെ കുഞ്ഞിലെ അവൾക്കോ അവനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തലത്തിൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും. തീർച്ചയായിട്ടും ഇതൊരു അത്യാവശ്യമായ കാര്യമാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം നിരവധി കുട്ടികൾ, ഞാൻ എന്റെ അടുത്തുള്ള സുഹൃത്തുക്കൾ സ്ത്രീകളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, എന്റെ മകൻ ഇങ്ങനെ ചോദിച്ചു സ്കൂളിൽ നിന്ന് വന്ന്, അത് പറയാൻ പറ്റാത്ത, അതായത് ഒരു
കുട്ടിക്ക് അമ്മയോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടോ പോലും സംസാരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഇവർ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ അമ്മമാർക്ക് അല്ലെങ്കിൽ അച്ഛന് മക്കളോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വേ എന്താണെന്നുള്ളതാണ് ഒരു ഡൗട്ട്. ജസ്റ്റ് ന്യൂസ് പേപ്പർ കൊണ്ടുപോകും, അതൊരു സ്റ്റിമുലസ് ആയിട്ട് മാറും, വളരെ എളുപ്പമായിട്ട് മാറും. കാരണം നമുക്ക് അതിനെ വേറെ ഒരു കഥ പോലെ പറയുമ്പോൾ കുട്ടിക്ക് ജിജ്ഞാസ, നമുക്ക് പറയാൻ ഭയം, ഇതൊക്കെ ഉണ്ടാവും. ഇതിപ്പോ അതല്ല, ഇതൊരു മാധ്യമം, ശരിക്കൊരു മാധ്യമമായിട്ട് മാറുകയാണ്. അപ്പം ഇത് എന്താ പറയാ, സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടി ആണല്ലോ, ആ നിലയ്ക്ക് തന്നെ അത് പ്രവർത്തിപ്പിക്കാം. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞ പോലെ ന്യൂസ് പേപ്പർ കൊണ്ട് അച്ഛനോ അമ്മയ്ക്കോ കുട്ടിക്കോ ഒരു നല്ല മെസ്സേജ് കൊടുക്കാൻ കഴിയുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്.